ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ ആദ്യമേ പറയാം. നമ്മൾ ഇത് നല്ലോണം പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് CSIR-നാണെങ്കിലും ഗേറ്റിനാണെങ്കിലും ജസ്റ്റിനാണെങ്കിലും ഡിഫറിനാണെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. CSIR-ന് അറൗണ്ട് 30 to 40 മാർക്സിന് വരെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന്. അപ്പം ഇതിൻ്റെ വളരെ ബേസിക്കിൽ നിന്ന് ഞാൻ പറയും. അതായത് നമുക്ക് ഓൾഡ് ക്വാണ്ടം മെക്കാനിക്സിൽ തൊട്ട് ന്യൂ ക്വാണ്ടം മെക്കാനിക്സ് വരെ. അതായത് ഓൾഡ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡേൺ ഫിസിക്സിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം വരും. അതായത് ഇപ്പോൾ നമുക്ക് ഓൾഡ് ക്വാണ്ടം മെക്കാനിക്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയും. Okay, then photoelectric effect, then Compton effect പറയും. Then pair production, pair annihilation. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ക്ലാസിക്കൽ തിയറി ഫെയിൽ ചെയ്തൊന്നും നമുക്ക് ക്വാണ്ടം തിയറി വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയും. ഇപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. അപ്പോൾ ഏതൊക്കെ ഫിനോമിന പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, ഏതൊക്കെ ഫിനോമിന വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതൊക്കെ പറയുന്ന ഇതായിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന ടോപ്പിക്കായിരിക്കും ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് പറയും. ദെൻ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയും. ഓക്കെ, അതായത് ഡെൽറ്റ എക്സ് to delta p greater than or equal to h cross by 2. Position uncertainty into moment uncertainty is always greater than or equal to h cross by 2. Delta E into delta t greater than or equal to h cross by 2. Energy uncertainty into time uncertainty greater than or equal to h cross by 2. Delta L into delta phi greater than or equal to h cross by 2. Angular momentum uncertainty into the angle swept with rotation greater than or equal to h cross by 2. ഇതെല്ലാം നമ്മളവിടെ പറയുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് നമ്മൾ വരുമ്പം ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി പറയുന്നതായിരിക്കും. ഓക്കെ, ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ഇൻ്റർവ്യൂസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂസ് ഇതെല്ലാം പറയുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനകത്ത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം വീൻസ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ദെൻ റെലേ ജീൻസ് ഉണ്ട്. ദെൻ പ്ലാങ്ക്സ് ട്രീറ്റ്മെൻറ്റ് അവസാനം അതാണ് സക്സസ്ഫുള്ളി പ്ലാങ്ക്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതാണ് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ബ്ലാക്ക് ബോഡി കർവ്, ഇപ്പം യു ഓഫ് ന്യൂ എനർജി ഡെൻസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് ഫ്രീക്വൻസി. അപ്പം ഈ കർവ് നമ്മൾ പറയുന്നതായിരിക്കും. ഇതിൻ്റെ യു ന്യൂ ഓഫ് മാക്സ് വാല്യൂ അറ്റ് ദ വാല്യൂ ഓഫ് വാട്ട് വാല്യൂ, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ വേവ് ഫങ്ഷനിലോട്ട് കിടക്കും. വേവ് ഫങ്ഷൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കലി ആക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻസ്, നോർമലൈസേഷൻ ഈ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ദെൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ, ഏഗൻ വാല്യൂ ആൻഡ് ഏഗൻ ഇക്വേഷൻ. കണ്ടോ,
ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ദെൻ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലോട്ട് കടക്കും. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അത് വെച്ചുള്ള പ്രോബ്ലംസ്, ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ വെൽ പ്രോബ്ലംസ്. അതായത് ഇതിനകത്ത് തന്നെ ഇൻഫിനിറ്റ് വെൽ പൊട്ടൻഷ്യൽ പറയും. ഇൻഫിനിറ്റ് വെൽ പൊട്ടൻഷ്യൽ അപ്പോൾ ഇതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. സിമെട്രിക് കേസ് ഉണ്ട് ആൻഡ് അസിമെട്രിക് കേസ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പറയുന്നതായിരിക്കും. ദെൻ ഫൈനൈറ്റ് വെൽ പൊട്ടൻഷ്യൽ again symmetric case and symmetric and asymmetric case പറയുന്നതായിരിക്കും. One more thing is here, postulates of quantum mechanics. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യലിലോട്ട് പോകുന്നത്. അത് വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ളതാണ് സെമി ഇൻഫൈനൈറ്റ് വെൽ പൊട്ടൻഷ്യൽ. അത് പറയുന്നതായിരിക്കും. ഇതെല്ലാം 1Dയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ പറയുന്നതാണ് ഹാർമോണിക് ഓസിലേറ്റർ പറയും. അതിൽ തന്നെ ഷിഫ്റ്റഡ് ഹാർമോണിക് ഓസിലേറ്റർ പറയും. ദെൻ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കാര്യങ്ങൾ പറയും. ഓവർവ്യൂ തരുവാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നതാണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ പറയുന്നതായിരിക്കും. ദെൻ റെക്റ്റാങ്കുലർ പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, ഇത് പറയുന്നതായിരിക്കും. അപ്പം പിന്നീട് നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് ഏതാണ് ഡിറാക് ഡെൽറ്റ പൊട്ടൻഷ്യൽ പറയും. ദെൻ ഹൈഡ്രജൻ ആറ്റം, അവസാനമായിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഡീൽ ചെയ്യും. അപ്പോൾ ഇപ്പം തന്നെ കുറേ ആയില്ലേ, ഇത്രയും പൊട്ടൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇത്രയും അറിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തന്നെ 2D വെർഷൻസ്, 2D ഇൻഫൈനൈറ്റ് ബോക്സ്, 3D ക്യൂബിക്കൽ ബോക്സ്, 2D ഹാർമോണിക് ഓസിലേറ്റർ, 3D ഹാർമോണിക് ഓസിലേറ്റർ, ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. പിന്നീടാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിലോട്ട് കിടക്കുന്നത്. ആംഗുലാർ മൊമെൻറ്റം ഡിഫറെൻറ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്കറിയാം LX LY കമ്മ്യൂട്ടേഷൻ, IH ക്രോസ് LS, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ പറയും. ഇത് ഓർബിറ്റലാണ്. പിന്നീട് നമ്മൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് ഡീൽ ചെയ്യും. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം അതിലെ തന്നെ നമ്മൾ സ്റ്റേൺ ഗെർലാക്ക് എക്സ്പെരിമെൻറ്റ് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് പിന്നീട് നമ്മൾ പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ, ഇതെല്ലാം ഇവിടെ പറയും. പിന്നീടാണ് അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സ് സെക്ഷനിൽ വരുന്ന പെർട്ടുർബേഷൻ തിയറി പറയും. പെർട്ടുർബേഷൻ തിയറി തന്നെ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ ഉണ്ട്, ടൈം ഡിപ്പെൻഡൻ്റ് ഉണ്ട്. ടൈം ഇൻഡിപെൻഡൻറ്റിൽ തന്നെ ഡീജനറേറ്റ് ഏഗൻ വാല്യൂസ് കേസിലും നോൺ ഡീജനറേറ്റ് ഏഗൻ വാല്യൂസ് കേസിലും ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്, അത് പറയും. പിന്നീടാണ് നമ്മൾ പറയുന്ന WKB അപ്രോക്സിമേഷൻ, അതും എനർജി ഏഗൻ വാല്യൂ അപ്രോക്സിമേറ്റ്ലി സോൾവ് ചെയ്യാൻ. ഇതെല്ലാം അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സാണ് അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് പറയുന്നതായിരിക്കും. ദെൻ വേരിയേഷണൽ പ്രിൻസിപ്പിൾ വരും. പറയണം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള സ്കാറ്ററിങ് തിയറി പറയണം.
അപ്പോൾ ക്ലാസിക്കൽ സ്കാറ്ററിങ്ങും ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിങ്ങും ഉണ്ട്, അത് പറയും. ദെൻ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ്. ഇത്രയാണ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ ഓൾഡ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ വേവ് ഫംഗ്ഷനിൽ അതിൻ്റെ നോർമലൈസർ, എക്സ്പെക്ടേഷൻ വാല്യൂ, എഗൻ വാല്യൂ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ദെൻ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്, ഹെറ്ററോജെനൈറ്റി ഡിഫറെൻ്റ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ 2D കേസ്, 3D കേസ്, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ 2D, 3D, പിന്നെ ആംഗുലർ മൊമെന്റം, കമ്മ്യൂട്ടേഷൻ റിലേഷൻ, ഇതെല്ലാം പറയും. പിന്നെ അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സ് ടോപ്പിക്സും പറയും. പെർട്ടർബേഷൻ തിയറി പറയും, WKB, വേരിയേഷൻ പ്രിൻസിപ്പിൾ, സ്കാറ്ററിംഗ് തിയറി, റിലേറ്റീവ് ക്വാണ്ടം മെക്കാനിക്സ്. ഇനി ഇത് ഓരോന്നായി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നോക്കും. ഓരോ കാര്യങ്ങളും നമ്മളിത് ഫുള്ള് കവർ ചെയ്യുന്നതായിരിക്കും. ഇത് ഫുൾ ഫ്രീ കണ്ടൻറ്റായിട്ട് നമ്മളിതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.